ചാലക്കുടി ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കളക്ടർ അങ്ങോട്ടേക്ക് എത്തണം, കൂടാതെ വലിയൊരു അലംഭാവം ഈ വിഷയത്തിൽ ആവർത്തിക്കുകയാണ് മരണങ്ങൾ എന്ന് പറയുന്നു. സർക്കാരോ വനംവകുപ്പോ ജാഗ്രത പാലിക്കുന്നില്ല എന്നതടക്കം എന്താണ് കോൺഗ്രസ് പ്രതിഷേധിച്ചുകൊണ്ട് പറയുന്നത്? അനുജ, കഴിഞ്ഞ 3 ദിവസങ്ങളിനിടയിൽ 3 മരണമാണ് ചാലക്കുടിയിൽ ഉണ്ടായത്. കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തുന്നത്. കളക്ടറും അതോടൊപ്പം തന്നെ വനംവകുപ്പും ഒക്കെ വലിയ നിഷ്ക്രിയത്വം ഇതുമായി ബന്ധപ്പെട്ട് പാലിക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുക മാത്രമാണ് ചെയ്തത്. ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തി ചില ഉറപ്പുകൾ നൽകണം എന്നാണ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ 2 മൃതദേഹങ്ങളും അല്പസമയം മുമ്പ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും. ഈ 2 മരണങ്ങളിലും ഏറ്റവും നിർണായകമായ നടപടി കൂടിയാണ് പോസ്റ്റ്മോർട്ടം. എങ്ങനെയാണ് മരിച്ചത്, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ സംഭവിക്കും. അരമണിക്കൂറിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനിടയിൽ ആണ് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം സംഭവിക്കുന്നത്. ബെന്നി ബെഹനാൻ MP ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് 2 ദിവസത്തിനിടയിൽ 3 മരണമാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന 3ാമത്തെ മരണമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോഴെങ്കിലും ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശത്ത് വനപാലകന്മാർ പോകാനും അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗങ്ങളോട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത് എന്ന് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്, മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ്. ആദിവാസികൾ സ്വാഭാവികമായും വനത്തിൽ പോകും. വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ഉപജീവനം നടത്തുന്നത്. അപ്പോൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ ഉപജീവനത്തിന് വേണ്ടി പോകാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഗവൺമെൻറ് അവരെ സഹായിക്കണം. ഇത് രണ്ടും ചെയ്യുന്നില്ല. ഇത് സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തി പിരിയുക എന്നുള്ളതല്ലാതെ ഇത് തടുക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തു. ഞാനിപ്പോൾ കളക്ടറോട് പറഞ്ഞു, കളക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടാതെ ബോഡികൾ ഇവിടെ നിന്ന് കൊടുത്തുവിടില്ല. വനംവകുപ്പ് മറ്റൊരു നരേഷൻ ഇതിന് കൊടുക്കാൻ ശ്രമിക്കുന്നുള്ളതായി തോന്നുന്നു. അതായത് ഇത് അങ്ങനെ കാട്ടാനാക്രമണം അല്ല എന്ന തരത്തിൽ. ഏത് വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ മരിച്ചാലും ആദ്യം വരുന്ന നരേഷൻ എന്താ? ഇതങ്ങനെയല്ല. ഇത് അവരെന്തിനാ അവിടെ പോയി? ചോദ്യമാണ്, എന്തിനാണ് അവിടെ പോയെന്നുള്ളത്. അവരെന്തിനാ പോകുന്നത്? അതാണ് ഞാൻ നേരെ ചോദിച്ചത്. അവർ വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവന മാർഗം നടത്താൻ അതിന് അവർക്ക് റൈറ്റ് ഉണ്ട്. അവരുടെ അവകാശമാണത്. അതിനുള്ള അവകാശം എല്ലാ തലത്തിലും കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവരവിടെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്, വന്യമൃഗങ്ങളുണ്ട് എന്ന് അവരറിയിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്. അതിനുള്ള സാങ്കേതിക വിദ്യകളുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തല്ലേ, അല്ലെങ്കിൽ വനപാലകന്മാരുടെ ഭാഗത്തല്ലേ? പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുകയാണ്. അതായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കളക്ടർ എത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ മൃതദേഹം വിട്ടു നൽകൂ എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഈ സതീഷിനും അംബികയ്ക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ചാലക്കുടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസത്തിനിടയിൽ 3 പേർക്ക് കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായി. ഇന്നലെ 2 പേരുടെ മരണമാണ് ഉണ്ടായത്. ഇപ്പോൾ ചാലക്കുടി ആശുപത്രിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. കളക്ടർ അങ്ങോട്ടേക്ക് എത്താതെ മൃതദേഹം വിട്ടു നൽകില്ല. മൃതദേഹം അവിടെയാണുള്ളത്, ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും ഉണ്ടാകും. കോൺഗ്രസ് പറയുന്നത് ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയത്വമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായി, അതിനുശേഷമെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. കളക്ടർ സ്ഥലത്തേക്ക് എത്തണം, ഉറപ്പുകൾ നൽകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം.